പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ മൻസൂർ അലി കപ്പുങ്കൽ സാറ് തൊഴിൽവേദിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന കറണ്ട് അഫയേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന 12th ലെവൽ, ഡിഗ്രി ലെവൽ, പ്രിലിമിനറി പരീക്ഷകൾക്കും അതുപോലെ തന്നെ 10th ലെവൽ മെയിൻസിനുമൊക്കെ ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. നിതി ആയോഗിൻ്റെ നിലവിലത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ CEO ആയിട്ട് നിയമിതനാകുന്ന വ്യക്തി ആരാണ്? ശ്രദ്ധിക്കുക, നിതി ആയോഗിൻ്റെ നിലവിലത്തെ CEO ആയിട്ട് നിയമിതനാകുന്ന വ്യക്തി ആരെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് സുമൻ ബേരി, അമിതാഭ് കാന്ത്, പരമേശ്വരൻ അയ്യർ, അതേപോലെ തന്നെ തപൻ കുമാർ ദേക്ക, ഇതിനകത്ത് നിന്ന് ആരാണ് നിലവിലത്തെ നിതി ആയോഗിൻ്റെ CEO എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ശരിയുത്തരം നിങ്ങൾക്കൊന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്, പരമേശ്വരൻ അയ്യരാണ് കേട്ടോ. അപ്പോൾ പരമേശ്വരൻ അയ്യരാണ് നിലവിലത്തെ നിതി ആയോഗിൻ്റെ CEO ആയിട്ട് നിയമിതനായ വ്യക്തി. ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2022 ജൂണിൽ 50 വർഷം തികഞ്ഞ കേരളത്തിലെ ലൈറ്റ് ഹൗസ് ഏതാണ്? ശ്രദ്ധിക്കുക, 2022 ജൂണിൽ 50 വർഷം തികഞ്ഞ കേരളത്തിലെ ലൈറ്റ് ഹൗസ് ഏതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് ആലപ്പുഴ ലൈറ്റ് ഹൗസ്, വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്, വർക്കല ലൈറ്റ് ഹൗസ്, അതുപോലെ തന്നെ പുതുവൈപ്പ് ലൈറ്റ് ഹൗസ്, ഇതിൽ 2022 ജൂണിൽ 50 വർഷം തികഞ്ഞ ലൈറ്റ് ഹൗസ് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി, വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ആണ് 2022 ജൂണിൽ 50 വർഷം തികഞ്ഞ കേരളത്തിലെ ലൈറ്റ് ഹൗസ് ഏതാണ്? വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം. 2022 G7 ഉച്ചകോടിയുടെ വേദി ഏത് രാജ്യത്താണ്? ശ്രദ്ധിക്കുക, 2022 G7 ഉച്ചകോടിയുടെ വേദി ഏത് രാജ്യത്തെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് ജർമ്മനി കൊടുത്തിട്ടുണ്ട്, കാനഡ കൊടുത്തിട്ടുണ്ട്, ഇറ്റലി കൊടുത്തിട്ടുണ്ട്, ജപ്പാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ G7 എന്ന് കേട്ടാൽ ജർമ്മനി എന്ന് ഓർക്കുക. ഓക്കെ, ഇപ്പോൾ 2022 G7 ഉച്ചകോടിയുടെ വേദി ഏത് രാജ്യത്തെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കെടുത്ത് നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാലാമത്തെ ചോദ്യം. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? ശ്രദ്ധിക്കുക, മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനായ വ്യക്തി ആരെന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. അപ്പോൾ ഇതിനകത്ത് ഉദ്ധവ് താക്കറെയുണ്ട്, ദേവേന്ദ്രയുണ്ട്, അതുപോലെ തന്നെ ഏക്നാഥ് ഷിൻഡെയുണ്ട്, അജിത് പവാറുണ്ട്. അപ്പോൾ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനാകുന്ന വ്യക്തി ആരാണ് ഇവരിൽ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ഏക്നാഥ് ഷിൻഡെയാണ് കേട്ടോ. അപ്പോൾ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനാകുന്ന വ്യക്തി ഏക്നാഥ് ഷിൻഡെയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ചോദ്യം. കാട്ടാനകളെ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ട് ഓട്ടോമാറ്റിക് സൈറനുകൾ സ്ഥാപിക്കാൻ 2022 ജൂണിൽ പദ്ധതിയിട്ട ഡേൻകനൻ സദൻ റേഞ്ച് ഉൾപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അപ്പോൾ കാട്ടാനകളെ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ട് സൈറനുകൾ സ്ഥാപിക്കാൻ 2022 ജൂണിൽ പദ്ധതിയിട്ട ഡേൻകനൻ സദൻ റേഞ്ച് ഉൾപ്പെടുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഡേൻകനൻ സദൻ റേഞ്ച്. അപ്പോൾ ഇതിനകത്ത് മധ്യപ്രദേശ്, അസം, മഹാരാഷ്ട്ര, ഒഡീഷ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡേൻകനൻ സദൻ റേഞ്ച് ഉൾപ്പെടുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അപ്പോൾ ഇത്രയും 5 ചോദ്യങ്ങൾ വളരെയധികം ക്ലിയർ ആണ് എന്നതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളുടെ ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. സ്ത്രീകൾക്ക് സംസ്ഥാനത്തിനകത്ത് യാത്ര ചെയ്യുന്നതിന് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്രാക്കൂലിയുടെ പകുതി ചാർജ് ഈടാക്കിക്കൊണ്ടുള്ള നാരി കോ നമൻ പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, എന്താണ്? സ്ത്രീകൾക്ക് സംസ്ഥാനത്തിനകത്ത് യാത്ര ചെയ്യുന്നതിന് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്രാക്കൂലിയുടെ പകുതി ചാർജ് കൊടുത്താൽ മതി. ഈ ഒരു പദ്ധതിയാണ് നാരി കോ നമൻ അല്ലേ? ഈ ഒരു പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനം ഏതെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. നാരി കോ നമൻ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരുന്ന സംസ്ഥാനം. ഇതിനകത്ത് ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, തെലങ്കാന എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഹിമാചൽ പ്രദേശാണ് എന്ത് ചെയ്യുന്നത്? സ്ത്രീകൾക്ക് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് യാത്ര ചെയ്യുന്നതിന് പകുതി കാശ് കൊടുത്താൽ മതി എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നാരി കോ നമൻ. ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 2021-22 രഞ്ജി ട്രോഫി കിരീടം നേടിയ ആരെന്നാണ് ചോദ്യം കേട്ടോ. 2021-22 രഞ്ജി ട്രോഫി ആർക്കാണ് ലഭിച്ചതെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ മുംബൈ, മധ്യപ്രദേശ്, വിദർഭ, തമിഴ്നാട് ആർക്കാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്, മധ്യപ്രദേശാണ് കേട്ടോ. അപ്പോൾ 2021-22 രഞ്ജി ട്രോഫി കിരീടം നേടിയ ജേതാക്കൾ അല്ലെങ്കിൽ രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം. രാജ്യത്ത് പൊതുമേഖലയിൽ ആദ്യമായിട്ട് തുറക്കുന്ന രംഗകലാ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് നിലവിൽ വരുന്നത് എവിടെയാണ്? അപ്പോൾ നമ്മുടെ ഇന്ത്യക്കകത്ത് പൊതുമേഖലയിൽ ആദ്യമായിട്ട് തുറക്കുന്ന രംഗകലാ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അപ്പോൾ ഇതിനകത്ത് ചെറുതുരുത്തി, പട്ടാമ്പി, വർക്കല, തലശ്ശേരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, വർക്കലയാണ് അല്ലേ. അപ്പോൾ രാജ്യത്ത് പൊതുമേഖലയിൽ ആദ്യമായിട്ട് തുറക്കുന്ന രംഗകലാ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി ആണ്, വർക്കലയാണെന്ന് അറിഞ്ഞിരിക്കുക.
ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യം. ബഹിരാകാശത്ത് സൗരോർജ്ജ നിലയം നിർമ്മിക്കുന്ന തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ബഹിരാകാശത്ത് സൗരോർജ്ജ നിലയം നിർമ്മിക്കാനായി തീരുമാനിച്ച രാജ്യം ഏതാണ്? അപ്പോൾ ഇതിനകത്ത് നമ്മുടെ റഷ്യ, USA, ഫ്രാൻസ്, ചൈന എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബഹിരാകാശത്ത് ഒരു സൗരോർജ്ജ നിലയം സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ഫ്രാൻസ് ആണ് കേട്ടോ. അപ്പോൾ ബഹിരാകാശത്ത് സൗരോർജ്ജ നിലയം കൊണ്ടുവരുന്നത് ആരാണ്? ഫ്രാൻസ് ആണ്. ഓക്കെ, അടുത്ത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഇന്നൊവേഷൻ ക്യാമ്പസ് ആയിട്ടുള്ള ടി ഹബ്ബ് 2.0 നിലവിൽ വരുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇന്നൊവേഷൻ ക്യാമ്പസാണ് ഏത്? ടി ഹബ്ബ് 2.0. ഇത് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അഞ്ചാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂരിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്നൊവേഷൻ ക്യാമ്പസ് ആയിട്ടുള്ള ടി ഹബ്ബ് 2.0 നിലവിൽ വരുന്നത് ബാംഗ്ലൂരാണെന്ന് അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ 10 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം. നിതി ആയോഗിൻ്റെ നിലവിലത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിതനാകുന്നത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? പരമേശ്വരൻ അയ്യരാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അല്ലേ. അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു പഠിച്ചത്? 2022 ജൂണിൽ 50 വർഷം തികഞ്ഞ കേരളത്തിലെ ലൈറ്റ് ഹൗസ് എന്ന് ചോദിച്ചാൽ അതേതാണ്? വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, 2022 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? മഹാരാഷ്ട്രയുടെ പുതിയ ചീഫ് മിനിസ്റ്റർ ആരാണെന്നല്ലേ. അപ്പോൾ മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് നിയമിതനാവുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ഏക്നാഥ് ഷിൻഡെയാണ്. അടുത്ത് കാട്ടാനകളെ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ട് ഓട്ടോമാറ്റിക് സൈറനുകൾ സ്ഥാപിക്കാനായിട്ട് 2022 ജൂണിൽ പദ്ധതിയിട്ട ഡെൻ കെയർ സദൻ പദ്ധതി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം എന്താണ്? സ്ത്രീകൾക്ക് സംസ്ഥാനത്തിനകത്ത് യാത്ര ചെയ്യുന്നതിന് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ യാത്രാക്കൂലിയുടെ പകുതി ചാർജ് ഈടാക്കുന്നതിനുള്ള നാരീക്കോ നമൻ എന്ന് പറയുന്ന പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഏത് സംസ്ഥാനമാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, നമ്മുടെ ഹിമാചൽ പ്രദേശാണ് അല്ലേ, ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്തായിരുന്നു? 2021-22 രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, മധ്യപ്രദേശാണ്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? രാജ്യത്ത് പൊതുമേഖലയിൽ ആദ്യമായിട്ട് തുറക്കുന്ന രംഗകലാ കേന്ദ്രം അല്ലെങ്കിൽ സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വർക്കലയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നാലാമത്തെ ചോദ്യം എന്തായിരുന്നു? ബഹിരാകാശത്ത് സൗരോർജ്ജ നിലയം സ്ഥാപിക്കാൻ തീരുമാനിച്ച രാജ്യം ചോദിച്ചാൽ അതേതാണ്? ഫ്രാൻസ് ആണ് അല്ലേ, ഫ്രാൻസ് ആണ്. അഞ്ചാമത്തെ ചോദ്യം എന്തായിരുന്നു? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇന്നൊവേഷൻ ക്യാമ്പസ് ആയിട്ടുള്ള ടി ഹബ്ബ് 2.0 നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ബാംഗ്ലൂരാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെയധികം ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വീഡിയോ കൂടി ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.